നമസ്കാരം. യുദ്ധവും വ്യാപാരവും അന്താരാഷ്ട്ര സുരക്ഷയും സാങ്കേതിക വിദ്യയുമൊക്കെ ചർച്ച ചെയ്യേണ്ട G7 ഉച്ചകോടിയുടെ വേദിയിൽ ലോക നേതാക്കൾ തമ്മിൽ നടന്ന രസകരമായ ഓഫ് ദ റെക്കോർഡ് സംഭാഷണങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. അതീവ സുരക്ഷാ ചർച്ചകൾക്ക് നടുവിലും നേതാക്കൾ പങ്കുവച്ച ലളിതവും രസകരവുമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഔദ്യോഗിക യോഗങ്ങൾക്കിടവേളകളിൽ നേതാക്കൾ പരസ്പരം സംസാരിച്ച കാര്യങ്ങൾ അവിടെയുണ്ടായിരുന്ന ഹോട്ട് മൈക്കിൽ കൃത്യമായി കുടുങ്ങുകയായിരുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പുകവലി ശീലങ്ങൾ മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൗതുകരമായ ഇടപെടലുകൾ വരെ ഈ രഹസ്യ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ചർച്ചകൾക്കിടയിലെ ഒരു വിരസത മാറ്റാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തനിക്ക് ഉണർവ് ലഭിക്കാൻ 3 കാപ്പികൾ കുടിക്കേണ്ടി വന്നുവെന്ന് പറയുന്നതോടെയാണ് ഹോട്ട് മൈക്ക് സംഭാഷണങ്ങൾ ആരംഭിക്കുന്നത്. ഇത് കേട്ട ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മെർസ് കാപ്പിയുടെ കൂടെ ഒരു സിഗരറ്റ് കൂടി വേണോ എന്ന് മെലോണിയോട് തമാശയായി ചോദിച്ചു. എന്നാൽ താൻ പുകവലി പൂർണ്ണമായും നിർത്തിയെന്ന വെളിപ്പെടുത്തലാണ് മെലോണി നടത്തിയത്. കൃത്യം 1 മാസം മുൻപാണ് താൻ പുകവലി ഉപേക്ഷിച്ചതെന്ന് അവർ വ്യക്തമാക്കിയതോടെ നേതാക്കൾക്കിടയിൽ പുകവലിയെക്കുറിച്ചുള്ള വലിയൊരു ചർച്ച തന്നെ ഉടലെടുത്തു. ഈ സംഭാഷണത്തിനിടയിലേക്ക് കടന്നുവന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയോട് എന്നാണ് താങ്കൾ പുകവലി നിർത്തിയതെന്ന് ചോദിച്ചു. താൻ പുകവലി നിർത്തിയിട്ട് ഇപ്പോൾ നീണ്ട 21 വർഷങ്ങൾ കഴിഞ്ഞുവെന്നായിരുന്നു കോസ്റ്റയുടെ മറുപടി. ഫിഫ ലോകകപ്പ് ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഫുട്ബോൾ വിശേഷങ്ങളും ഈ ഉച്ചകോടിയിൽ സജീവമായി ഉയർന്നു കേട്ടു. ഫ്രഞ്ച് ദേശീയ ടീമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കുകളും പാരീസ് ജെർമൻ ക്ലബിന്റെ ചാമ്പ്യൻസ് ലീഗ് വിജയത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ ചർച്ചകളും മൈക്കിലൂടെ പുറത്തുവന്നു. ഇതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ജന്മദിനമായ ജൂൺ 15 വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ച അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് കേജ് മാച്ചിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. UFC CEO ജാന വൈറ്റ്സിനെ ട്രംപ് ഏറെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു. അതേസമയം ലോകകപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനിനെ കേപ്പ് വെർദെ ഗോൾ രഹിത സമനിലയിൽ തളച്ച അത്ഭുത മത്സരത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ആവേശത്തോടെ സംസാരിക്കുന്നതും കേൾക്കാമായിരുന്നു. സമ്മാനങ്ങൾ കൈമാറുന്ന നയതന്ത്ര ചടങ്ങുകളും ഇത്തവണ ഏറെ സവിശേഷത നിറഞ്ഞതായിരുന്നു. ഫ്രഞ്ച് ആൽപ്സിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന സൈക്ലിംഗ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എല്ലാ നേതാക്കൾക്കും വ്യക്തിഗതമാക്കിയ ബൈക്കുകൾ സമ്മാനമായി നൽകി. അടുത്തിടെ ഇറാൻ വിഷയത്തിൽ ട്രംപുമായി കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്ന ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മെർസ് ട്രംപിന്റെ 80ാം പിറന്നാളും ലോകകപ്പും പ്രമാണിച്ച് ജർമ്മൻ ദേശീയ ടീമിന്റെ ഫുട്ബോൾ ജേഴ്സിയാണ് സമ്മാനിച്ചത്. ട്രംപിന്റെ നിലവിലെ പ്രസിഡന്റ് പദവിയെ സൂചിപ്പിക്കുന്ന 47ാം നമ്പറും ട്രംപ് എന്ന പേരും അച്ചടിച്ച ജേഴ്സി കണ്ട് ട്രംപ് പുഞ്ചിരിയുടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത ശേഷമാണത് മാറ്റിവെച്ചത്. ഉച്ചകോടിക്കിടെ നടന്ന മറ്റൊരു രസകരമായ സംഭവം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ വാച്ച് കാണാതായതായിരുന്നു. വർക്കിംഗ് ലഞ്ചിന് ശേഷം മാക്രോൺ തന്നെ വാച്ച് അവിടെ മറന്നു വെച്ച് പോവുകയായിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് അത് ആദ്യം ശ്രദ്ധിച്ചത്. മാക്രോൺ ഇവിടെ വാച്ച് മറന്നു വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ അത് ഇട്ടിട്ട് പോയതാണെങ്കിൽ എനിക്ക് തന്നേക്ക് എന്ന് ട്രംപ് പെട്ടെന്ന് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ തമാശ കേട്ട് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം പൊട്ടിച്ചിരിച്ചു. ഇതിനെല്ലാം പുറമെ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലൻഡിനെ കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശം ചർച്ചയായിട്ടുണ്ട്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയോട് സംസാരിക്കുന്നതിനിടയിൽ കാര്യങ്ങൾ വ്യക്തമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ട്രംപ് ഗ്രീൻലാൻഡ് എന്ന് പ്രത്യേകം എടുത്തു പറയുകയായിരുന്നു. ഈ സംഭാഷണത്തിന് തുടക്കവും ഒടുക്കവും വ്യക്തമല്ലെങ്കിലും മുൻപ് ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് യൂറോപ്യൻ രാഷ്ട്രീയക്കാരെ പ്രകോപിപ്പിച്ച ട്രംപിന്റെ പഴയ നിലപാടുകൾ വീണ്ടും ചർച്ചയാക്കാൻ ഈ ഹോട്ട് മൈക്ക് വീഡിയോയ്ക്കും സാധിച്ചിട്ടുണ്ട്.